2026 ജൂലൈ മാസത്തിൽ BSNL പുതുക്കിയ ഏറ്റവും കുറഞ്ഞതും അതുപോലെ തന്നെ ഏറ്റവും കൂടിയതുമായിട്ടുള്ള റീചാർജ് പാക്കുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 99 രൂപയുടെ റീചാർജ് പാക്കാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ 14 ദിവസത്തെ വാലിഡിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു 14 ദിവസവും നമുക്ക് അൺലിമിറ്റഡ് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് കൂടാതെ നമുക്ക് 50 MB ഡാറ്റ ഇതിനകത്ത് കിട്ടും. ഇതിനകത്ത് SMS മറ്റു കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്ലാനിനായിട്ട് നമ്മൾ ഒരു ദിവസം ചിലവഴിക്കുന്ന പൈസ എന്ന് പറയുന്നത് 7 രൂപ 7 പൈസയാണ് ഒരു ദിവസം വരുന്നത്. ഇനി നമ്മൾ 107 രൂപയുടെ റീചാർജ് പാക്കാണ് ചെയ്യുന്നത് എങ്കിൽ 20 ദിവസമാണ് നമുക്കതിൻ്റെ വാലിഡിറ്റി വരുന്നത്. ഈ 20 ദിവസത്തിനകത്ത് നമുക്ക് 200 മിനിറ്റാണ് നമുക്ക് വിളിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് 3 GB ഡാറ്റ ലഭിക്കുന്നത്. അതുപോലെ SMS നമുക്ക് ഈ ഒരു പാക്കിനകത്ത് വരുന്നില്ല. ഒരു ദിവസത്തെ ചാർജ് എന്ന് പറയുന്നത് 5 രൂപ 35 പൈസയാണ് വരുന്നത്. ഇനി നമ്മൾ 147 രൂപയാണ് ചെയ്യുന്നത് എങ്കിൽ 24 ദിവസത്തെ വാലിഡിറ്റിയാണ് നമുക്ക് ലഭിക്കുന്നത്. 24 ദിവസം നമുക്ക് അൺലിമിറ്റഡ് കോൾ ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ടോട്ടൽ 5 GB ഇതിനകത്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് നമുക്ക് SMS ഒന്നും വരുന്നില്ല. ഈ ഒരു പ്ലാൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ശരാശരി ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് 6 രൂപ 12 പൈസയാണ്. അതുപോലെ BSNLന്റെ മറ്റൊരു പാക്കാണ് 153 രൂപയുടെ റീചാർജ് എന്ന് പറയുന്നത്. 24 ദിവസമാണ് ഈ ഒരു പ്ലാനിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് കോളാണ് നമുക്ക് 24 ദിവസം ലഭിക്കുന്നത്. ഡെയിലി 1 GB നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇതുകൂടാതെ നമുക്ക് 100 SMS ഒരു ദിവസം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ശരാശരി ഒരു ദിവസത്തെ ചാർജ് എന്ന് പറയുന്നത് ഈ ഒരു പാക്കിൽ നമുക്ക് 6 രൂപ 37 പൈസയാണ് വരുന്നത്. അതുപോലെ മറ്റൊരു പാക്കാണ് 197 രൂപ എന്ന് പറയുന്നത്. 197 രൂപക്ക് 35 ദിവസത്തെ വാലിഡിറ്റി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു 35 ദിവസത്തേക്ക് നമുക്ക് വിളിക്കാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 200 മിനിറ്റ് ആണ്. അതുകൂടാതെ നമുക്ക് 5 GB നമുക്ക് ഈ ഒരു പാക്കിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ ആകെ നമുക്ക് 100 SMS ഈ ഒരു പാക്കിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു പാക്കിനകത്ത് നമുക്ക് ഒരു ദിവസത്തെ ചാർജ് എന്ന് പറയുന്നത് 5 രൂപ 62 പൈസയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു റീചാർജ് പാക്കിലെ വാലിഡിറ്റി കഴിഞ്ഞാൽ, അതായത് ഇതിൽ കോൾ ചെയ്യാനുള്ള സമയം കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ബാലൻസ് ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മൾ ടോപ്പ് അപ്പ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഏറ്റവും കൂടുതൽ റീചാർജ് ചെയ്യുന്ന മറ്റൊരു പാക്കാണ് 199 എന്ന് പറയുന്നത്. 199 രൂപയ്ക്ക് 28 ദിവസമാണ് വാലിഡിറ്റി വരുന്നത്. ഡെയിലി നമുക്ക് 2 GB ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ 100 SMS നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അൺലിമിറ്റഡ് കോളാണ് ഈ ഒരു പാക്കിനകത്ത് വരുന്നത്. അതുപോലെ ഡെയിലി 2 GB ആണ് നമുക്ക് ഈ ഒരു പാക്കിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഡെയിലി 100 SMS ഈ ഒരു പാക്കിനകത്ത് വരുന്നുണ്ട്. ഈ ഒരു പാക്കിന് ഡെയിലി വരുന്ന ചാർജ് എന്ന് പറയുന്നത് 7 രൂപ 10 പൈസയാണ് നമ്മളെ കയ്യിൽ നിന്നും ഈടാക്കുന്നത്. അതുപോലെ BSNLന്റെ മറ്റൊരു പാക്കാണ് 225 എന്ന് പറയുന്നത്. 225 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസമാണ് നമുക്ക് വാലിഡിറ്റി വരുന്നത്. അൺലിമിറ്റഡ് കോളാണ് ഈ ഒരു പാക്കിനകത്ത്. ഇതിൽ നമുക്ക് 2.5 GB ആണ് ഡാറ്റ ഡെയിലി ലഭിക്കുന്നത്. അതുപോലെ 100 SMS ഈ ഒരു പാക്കിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇതിൽ ഡെയിലി നമുക്ക് ചാർജ് വരുന്നത് 7 രൂപ 5 പൈസ എന്ന നിരക്കിലാണ്. അതുപോലെ BSNLന്റെ മറ്റൊരു പാക്കാണ് 228 രൂപ എന്ന് പറയുന്നത്. 1 മന്ത് ആണ് ഈ ഒരു പാക്കിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് കോൾ തന്നെയാണ്. അതുപോലെ ഡെയിലി 2 GB നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. SMS ഡെയിലി 100 SMS ലഭിക്കുന്നുണ്ട്. ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 മന്ത് വാലിഡിറ്റിയാണ്. അതായത് ഒരു ദിവസം നമ്മൾ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മറ്റൊരു ദിവസത്തേക്ക്, അതായത് 28 ദിവസം എന്ന ആ ഒരു കാലാവധി ഇല്ലാതെ 21 ദിവസമുള്ള ഒരു മാസമാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു 31 ദിവസവും നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്ന ഒരു പാക്കാണ് ഈ ഒരു 1 മന്ത് എന്ന് പറയുന്ന പാക്ക്. അതുപോലെ BSNLന്റെ മറ്റൊരു പാക്കാണ് 247 എന്ന് പറയുന്നത്. 247 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസമാണ് വാലിഡിറ്റി വരുന്നത്. അൺലിമിറ്റഡ് കോളാണ്. 50 GB ആണ് നമുക്ക് ഈ ഒരു പാക്കിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ നമുക്ക് 100 SMS ഡെയിലി ലഭിക്കുന്നുണ്ട്. ഈ ഒരു 50 GB പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രതിദിന ലിമിറ്റ് ഇല്ലാതെ 50 GB നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇതുകൂടാതെ നമുക്ക് 10 രൂപ ടോപ്പ് അപ്പ് ബാലൻസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. ഇത് നമുക്ക് പ്രതിദിന ചാർജ് വരുന്നത് 8 രൂപ 23 പൈസ എന്ന നിരക്കിലാണ്. അതുപോലെ BSNL പ്ലാൻ 299 രൂപയാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ 30 ദിവസമാണ് ഈ ഒരു പാക്കിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് കോളാണ്. ഡെയിലി 3 GB ആണ് ഈ ഒരു പാക്കിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. 100 SMS നമുക്ക് ഡെയിലി ലഭിക്കുന്നുണ്ട്. പ്രതിദിന ചാർജ് വരുന്നത് ഈ ഒരു പാക്കിന് 9 രൂപ 96 പൈസയാണ്. അതുപോലെ BSNLന്റെ മറ്റൊരു പാക്കാണ് 319 എന്ന് പറയുന്നത്. 319 രൂപ റീചാർജ് ചെയ്യുന്ന സമയത്ത് 60 ദിവസമാണ് ഈ ഒരു പാക്കിൻ്റെ വാലിഡിറ്റി വരുന്നത്. ഇത് നമുക്ക് അൺലിമിറ്റഡ് കോളാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 10 GB ആണ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. 300 SMS നമുക്ക് ഈ ഒരു പാക്കിനകത്ത് ലിമിറ്റ് വരുന്നുണ്ട്. പ്രതിദിന ചാർജ് വരുന്നത് 5 രൂപ 31 പൈസ എന്ന നിരക്കിലാണ്.
അതുപോലെ ബി എസ് എല്ലിൻ്റെ മറ്റൊരു പാക്കാണ് 347 എന്ന് പറയുന്നത്. 347 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 50 ദിവസമാണ് നമുക്ക് ഈ ഒരു പാക്കിൻ്റെ വാലിഡിറ്റി വരുന്നത്. അൺലിമിറ്റഡ് കോൾ നമുക്ക് 50 ദിവസം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെയിലി 2 GB നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. 100 SMS നമുക്ക് ഡെയിലി ലഭിക്കുന്നുണ്ട്. ഈ ഒരു പാക്കിൻ്റെ പ്രതിദിന ചാർജ് എന്ന് പറയുന്നത് 6 രൂപ 94 പൈസ എന്ന നിരക്കിലാണ്. അതുപോലെ ബി എസ് എല്ലിൻ്റെ മറ്റൊരു പാക്കാണ് 439 എന്ന് പറയുന്നത്. 439 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 80 ദിവസമാണ് നമുക്ക് വാലിഡിറ്റി ലഭിക്കുന്നത്. അൺലിമിറ്റഡ് കോൾ നമുക്ക് 80 ദിവസം ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഡാറ്റ വരുന്നില്ല. ടോട്ടൽ 300 SMS നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്രതിദിന ചാർജ് വരുന്നത് നമുക്ക് 5 രൂപ 48 പൈസ എന്ന നിരക്കിലാണ്. അതുപോലെ മറ്റൊരു പാക്കാണ് 485 എന്ന് പറയുന്നത്. 485 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 72 ദിവസമാണ് വാലിഡിറ്റി വരുന്നത്. അൺലിമിറ്റഡ് കോൾ നമുക്ക് 72 ദിവസം ലഭിക്കും. അതുപോലെ ഡെയിലി 2 GB ഉപയോഗിക്കാൻ സാധിക്കും. ഡെയിലി 100 SMS ഈ ഒരു പാക്കിനകത്ത് വരുന്നുണ്ട്. ഇതിൽ പ്രതിദിന ചാർജ് നമുക്ക് വരുന്നത് ഒരു ദിവസത്തേക്ക് നമുക്ക് 6 രൂപ 73 പൈസ എന്ന നിരക്കിലാണ്. ബി എസ് എൻ എൽ പ്ലാൻ 599 രൂപയാണ് നിങ്ങൾ റീചാർജ് ചെയ്യുന്നതെങ്കിൽ 70 ദിവസത്തെ വാലിഡിറ്റിയോട് കൂടിയിട്ടാണ് ഈ ഒരു പാക്ക് വരുന്നത്. അൺലിമിറ്റഡ് കോൾ നമുക്ക് 70 ദിവസം ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് 3 GB ആണ് ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ നമുക്ക് 100 SMS ഡെയിലി വരുന്നുണ്ട്. പ്രതിദിന ചാർജ് എന്ന് പറയുന്നത് 8 രൂപ 55 പൈസ എന്ന നിരക്കിലാണ്. അതുപോലെ ബി എസ് എല്ലിൻ്റെ മറ്റൊരു പാക്കാണ് 897 രൂപ എന്ന് പറയുന്നത്. 897 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 165 ദിവസമാണ് നമുക്ക് വാലിഡിറ്റി ലഭിക്കുന്നത്. അൺലിമിറ്റഡ് കോൾ നമുക്ക് 165 ദിവസം ഉപയോഗിക്കാം. 24 GB നമുക്ക് ലിമിറ്റഡ് ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇത് കൂടാതെ നമുക്ക് 100 SMS ഡെയിലി ലഭിക്കുന്നുണ്ട്. പക്ഷേ ഡാറ്റ ഇതിനകത്ത് നമുക്ക് ടോട്ടൽ 24 GB മാത്രമാണ് ലഭിക്കുന്നത്. ഇതിലെ പ്രതിദിന ചാർജ് നമുക്ക് വരുന്നത് 5 രൂപ 43 പൈസ എന്ന നിരക്കിലാണ്. ഇനി ബി എസ് എൻ എൽ പ്ലാന് 997 രൂപയുടെ പാക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 997 രൂപ ചെയ്ത് കഴിഞ്ഞാൽ 150 ദിവസത്തെ വാലിഡിറ്റി നമുക്ക് ലഭിക്കും. അൺലിമിറ്റഡ് കോൾ നമുക്ക് 150 ദിവസം ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഡെയിലി 2 GB ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. 100 SMS നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ പ്രതിദിന ചാർജ് വരുന്നത് 6 രൂപ 66 പൈസ എന്ന നിരക്കിലാണ്. അടുത്ത പാക്ക് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 1499 രൂപയുടെ പാക്കാണ്. 300 ദിവസമാണ് ഈ ഒരു പാക്കിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. 1499 രൂപ ചെയ്ത് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് കോളും അതുപോലെ തന്നെ 32 GB നമുക്ക് ഈ ഒരു പാക്കിനകത്ത് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് 100 SMS ഈ ഒരു പാക്കിനകത്ത് ഡെയിലി ലഭിക്കുന്നുണ്ട്. 32 GB എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അത് നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ ഉപയോഗിച്ച് തീർക്കാം. ഈ ഒരു പാക്കിനകത്ത് മൊത്തമായിട്ട്, അതായത് ഒരു 300 ദിവസത്തിനകത്ത് നമുക്ക് ഈ ഒരു 32 GB ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. പ്രതിദിന ചാർജ് ഈ ഒരു പാക്കിനകത്ത് വരുന്നത് 4 രൂപ 99 പൈസ എന്ന നിരക്കിലാണ്. അതുപോലെ മറ്റൊരു പാക്കാണ് 1999 എന്ന് പറയുന്നത്. 1999 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 330 ദിവസമാണ് നമുക്ക് വാലിഡിറ്റി ലഭിക്കുന്നത്. 330 ദിവസത്തേക്ക് നമുക്ക് അൺലിമിറ്റഡ് കോൾ ലഭിക്കും. ഇതിൻ്റെ കൂടെ നമുക്ക് 1.5 GB ഡാറ്റ ഡെയിലി ലഭിക്കും. അതുപോലെ 100 SMS നമുക്ക് ഡെയിലി ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ 10 GB ഡാറ്റ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൻ്റെ പ്രതിദിന ചാർജ് നമുക്ക് വരുന്നത് 6 രൂപ 5 പൈസ എന്ന നിരക്കിലാണ്. ബി എസ് എൻ എല്ലിൻ്റെ മറ്റൊരു പാക്കാണ് 2399 എന്ന് പറയുന്നത്. 2399 രൂപ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 365 ദിവസമാണ് ഈ ഒരു പാക്കിൻ്റെ വാലിഡിറ്റി വരുന്നത്. അതായത് 1 ഇയർ പാക്കാണിത്. 1 ഇയർ നമുക്ക് അൺലിമിറ്റഡ് കോൾ ചെയ്യാനും അതുപോലെ ഡെയിലി 2 GB ഡെയിലി 100 SMS ലഭിക്കുന്ന പാക്കാണിത്. 2399 എന്ന് പറയുന്നത് ഡാറ്റയോട് കൂടിയ ബി എസ് എൻ എല്ലിൻ്റെ 1 ഇയർ പാക്കാണിത്. ഇത് നമുക്ക് പ്രതിദിന ചാർജ് വരുന്നത് 6 രൂപ 57 പൈസ എന്ന നിരക്കിലാണ്. അതുപോലെ ബി എസ് എൻ എല്ലിൻ്റെ മറ്റൊരു പാക്കാണ് 2799 എന്ന് പറയുന്നത്. 2799 രൂപ ചെയ്ത് കഴിഞ്ഞാൽ 365 ദിവസം തന്നെയാണ് വാലിഡിറ്റി വരുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് അൺലിമിറ്റഡ് കോളും ഒരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡെയിലി 2 GBക്ക് പകരം ഈ ഒരു പാക്കിനകത്ത് നമുക്ക് ഡെയിലി 3 GB ആണ് ലഭിക്കുന്നത്. ഡെയിലി 100 SMS ഈ ഒരു പാക്കിനകത്ത് വരുന്നുണ്ട്. ഇതും മറ്റേ പാക്കും കൂടെ വ്യത്യാസം എന്ന് പറയുന്നത് 1 GB എക്സ്ട്രാ നമുക്ക് ഇതിനകത്ത് ലഭിക്കും. പ്രതിദിന ചാർജ് വരുന്നത് 7 രൂപ 66 പൈസ എന്ന നിരക്കിലാണ്. ബി എസ് എൻ എല്ലിലെ ഏറ്റവും കൂടിയ പാക്കാണ് ഈ ഒരു 2799 എന്ന് പറയുന്നത്. റീചാർജ് പ്ലാനുകളുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.